പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പൊന്നു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരിക്കൽ കൂടെ മശിഹാ തമ്പുരാൻ്റെ പാദപീഠത്തിൽ ചേർന്നിരുന്ന അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കി അവിടുന്ന് നമ്മളോട് അരുളി ചെയ്യുന്ന അനുഗ്രഹീത വാക്കുകളെ കേട്ട് ആനന്ദ നൃത്തം ചെയ്യുവാൻ നമുക്ക് അവസരമൊരുക്കി തന്ന നമ്മുടെ നല്ല തമ്പുരാനെ വിനയപൂർവ്വം ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് തൃപ്പാദപീഠത്തിൽ നമുക്കിരിക്കാം. നമ്മളിന്ന് ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വന്നതായ ഈ സമയത്ത് നമ്മുടെ ധ്യാനചിന്തയ്ക്ക് വിഷയമായി തീരേണ്ടതിന് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാമത്തെ അധ്യായം 21, 22, 23 തിരുവചനങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 21, 22, 23 തിരുവചനങ്ങൾ. അപ്പോസ്തലൻ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ വളരെ മനോഹരമായൊരു ചിന്തയാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, അപ്പോൾ തന്നെ മരിക്കുന്നത് ലാഭമാണ്. എനിക്ക് മരിക്കുന്നത് ലാഭമാണ്. എന്തുകൊണ്ടെന്നാൽ ഞാനിപ്പോൾ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്. ഈ പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കേണ്ടതായ ഒരു പ്രസ്താവനയാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എങ്കിൽ മരിക്കുന്നത് ലാഭമായി തീരും. ക്രിസ്തുവിന് വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കുക. അപ്പോസ്തലനായ പൗലോസ് ഈ പറഞ്ഞതിനകത്ത് ഒരുപാട് മർമ്മങ്ങളുണ്ട്. എനിക്ക് മരിക്കുന്നത് ലാഭമാണെന്നൊരാൾ പറയണമെങ്കിൽ മരിച്ചിട്ട് പിന്നെ എന്താണ് കിട്ടുന്നത് എന്ന ഒരു ഉറപ്പ് ഉണ്ടായിരിക്കണം. ആരെങ്കിലുമൊക്കെ പറഞ്ഞത് കേട്ടിട്ട് ഒരാൾക്ക് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ കഴിയില്ല. ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചിട്ടും ഒരാൾക്ക് ഇങ്ങനെ ഒരു ഉറച്ച പ്രഖ്യാപനം നടത്താൻ പറ്റില്ല. എനിക്ക് മരിക്കുന്നത് ലാഭമാണെന്നൊരാൾ പ്രഖ്യാപിക്കണമെങ്കിൽ മരിച്ചിട്ട് പിന്നെ എന്തെനിക്ക് കിട്ടുമെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകണം. ആ ബോധ്യം പൗലോസ് അപ്പോസ്തലന് കിട്ടി. എങ്ങനെ കിട്ടി? അത് സംബന്ധിച്ച് വേദപുസ്തകത്തിൽ അല്പം പരിശോധിച്ചാൽ നമുക്ക് ചില യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടും. ഈ അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ടതായി അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പറുദീസ വരെ എടുക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത്. അതേക്കുറിച്ച് വേദപണ്ഡിതന്മാർ പറഞ്ഞു വയ്ക്കുന്നത്, മാനസാന്തരപ്പെട്ട നാളുകളിൽ അപ്പോസ്തലനായ പൗലോസ് തീക്ഷ്ണവാനായി ഏതാണ്ട് 1.5 വർഷത്തോളം അറേബ്യ മരുഭൂമിയിൽ ധ്യാനനിമഗ്നനായിരുന്നു പ്രാർത്ഥിച്ചു, ദൈവത്തിൽ നിന്ന് അരുളപ്പാടുകളും ശക്തിയും ആർജിക്കാൻ. ശരിക്കും അത് പൗലോസ് അപ്പോസ്തലൻ്റെ വലിയ പോരാട്ടത്തിൻ്റെ ട്രെയിനിങ് ആയിരുന്നു. ആ നാളുകളിൽ അപ്പോസ്തലനായ പൗലോസിന് ഒരുപാട് അനുഭവങ്ങളുണ്ടായി. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു അനുഭവമാണ് അപ്പോസ്തലൻ ആത്മാവിൽ 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ടു എന്നുള്ളത്. 2 കൊരിന്ത്യർ ലേഖനത്തിൻ്റെ 12-ാമത്തെ അധ്യായം അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത് തനിക്കുണ്ടായ ദർശനങ്ങളെക്കുറിച്ചും വെളിപ്പാടുകളെക്കുറിച്ചുമാണ്. തനിക്ക് ഈ ജഡത്തിൽ വസിച്ച കാലത്ത് ഉണ്ടായതായ അരുളപ്പാടുകളെക്കുറിച്ച്, ദർശനങ്ങളെക്കുറിച്ച്, വെളിപ്പാടുകളെക്കുറിച്ച് അദ്ദേഹം അവിടെ എഴുതുകയാണ്. അതിന് 2-ാമത്തെ വാക്യത്തിലാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്, ക്രിസ്തുവിലുള്ളൊരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പ് 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ടു. അതാണ് അപ്പോസ്തലൻ്റെ പ്രഖ്യാപനം. 14 സംവത്സരം മുമ്പ് അവൻ 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ടു എന്ന് അവൻ എന്ന സംബോധന ചെയ്ത് അപ്പോസ്തലൻ പറയുന്നത് തന്നെക്കുറിച്ച് തന്നെയാണ്. അവിടെ ചെന്നപ്പോൾ മനുഷ്യൻ്റെ നാവ് കൊണ്ട് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ അവിടെ വെച്ച് കേട്ടു എന്ന് ഞാൻ അറിയുന്നു എന്നാണ് അപ്പോസ്തലൻ്റെ സാക്ഷ്യം. വീണ്ടും ആവർത്തിച്ച് പറയുന്നത് അവൻ പറുദീസ വരെ എടുക്കപ്പെട്ടു എന്നാണ്. വീണ്ടും പറയുന്നുണ്ട് അവിടെ അത് ശരീരത്തോടു കൂടിയാണോ ശരീരം കൂടാതെയാണോ എന്നറിയുന്നില്ല. ഒന്നറിയുന്നുണ്ട്, എടുക്കപ്പെട്ടു. മനുഷ്യൻ്റെ നാവിന് വഴങ്ങാത്ത ഭാഷയും വാക്കുകളും അവിടെ കേട്ടു. ഈ പറുദീസയിൽ എന്താണ് കാണാൻ കഴിയുക?
എന്താണ് അവിടെ ചെന്നപ്പോൾ കേട്ടിട്ടുണ്ടാവുക? പറുദീസയിൽ ആരാണ് ഉള്ളത്? വേദപുസ്തകം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച്, യേശുക്രിസ്തുവിൽ ആശ്രയിച്ച്, യേശുക്രിസ്തുവിന് ജീവിതം കൊടുത്ത ഭക്തന്മാരായ വിശുദ്ധന്മാരാണ് പറുദീസയിൽ ഉള്ളത്. ആ കൂട്ടത്തിലെ കടിഞ്ഞൂൽ ഒന്നാമനാണ് യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുത്തൻ. ആ കള്ളൻ പ്രാർത്ഥിച്ചു, കർത്താവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. കർത്താവ് അവന് മറുപടി കൊടുത്തു, നീ പറുദീസയിൽ എന്നോട് കൂടെ ഇന്ന് ഇരിക്കും. അപ്പോൾ ആ കള്ളനെ കർത്താവ് സ്വീകരിച്ചത് പറുദീസയിലേക്കാണ്. യേശുക്രിസ്തു കല്ലറയിൽ വയ്ക്കപ്പെട്ടപ്പോൾ അവൻ പ്രാണം വിട്ട നിമിഷങ്ങളിൽ അനേകരുടെ കല്ലറ തുറക്കപ്പെട്ടു, ഒത്തിരി വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു, പലർക്കും കാണപ്പെട്ടു എന്നൊക്കെ നാം വചനത്തിൽ വായിക്കുന്നുണ്ട്. അവരൊക്കെ പിന്നീട് സമയം ചെലവഴിച്ചത് ഈ പറുദീസയിലാണ്. യേശുക്രിസ്തുവിന് ശേഷം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്തസാക്ഷികളായവരുൾപ്പെടെ വിശുദ്ധ സംഘം ഒന്നടങ്കം ചെന്ന് പാർക്കുന്നത് ഈ പറുദീസയിലാണ്. അവരവിടെ മൗനമായിരിക്കുകയല്ല, ഉറങ്ങുകയല്ല, അവർ ദൈവത്തെ ആരാധിക്കുകയാണ്. പറുദീസയിൽ ഇവരാണ് ഉള്ളതെങ്കിൽ അവർ ആരാധിക്കുന്ന ശബ്ദമാണ് അപ്പോസ്തലൻ കേട്ടത്, അതാണ് കണ്ടത്. സ്വാഭാവികമായും ഈ രംഗം കണ്ടപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ആ കൂട്ടത്തിൽ അവർ ആരാധിക്കുന്നത് പോലെ ആരാധിക്കാൻ ശ്രമിച്ചു. പക്ഷെ മനുഷ്യൻ്റെ നാവിന് വഴങ്ങാത്ത ഭാഷയാണ് അവിടെ കേട്ടത്. അപ്പോസ്തലനായ പൗലോസ് നിശ്ചയമായും ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം, കർത്താവേ, ഞാൻ ഇവിടെ തന്നെ താമസിച്ചു കൊള്ളാം. താബോർ മലമുകളിൽ കർത്താവ് രൂപാന്തരപ്പെട്ട രംഗവും മോശയും ഏലിയാവും എഴുന്നള്ളി നിൽക്കുന്നതും കണ്ടിട്ട് അമ്പരന്ന് പോയ അപ്പോസ്തലനായ പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ, ഇനി താഴ്വരയിലേക്ക് പോകേണ്ട, ഇത് തന്നെ സ്വർഗം, ഇവിടെ താമസിക്കാം. ഇപ്പോൾ 3 കുടിലുകൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്. ഞങ്ങൾക്ക് കുടിൽ വേണ്ട, പുറത്ത് തന്നെ താമസിച്ചു കൊള്ളാം. ഇവിടം വിട്ട് പോകേണ്ട നാഥ, ഇതാണ് മഹത്വത്തിൻ്റെ ഇടം, ഇതാണ് ആനന്ദപൂർണമായ സ്ഥലമെന്ന്. പക്ഷെ കർത്താവ് സമ്മതിച്ചില്ല. താഴ്വരയിലേക്ക് പത്രോസും സഖികളും മടങ്ങിപ്പോരേണ്ടി വന്നു. കാരണം അവർക്ക് കുറേ കാര്യങ്ങൾ ഇനി ഭൂമിയിൽ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അവരെ കൊണ്ട് കർത്താവിന് ദൈവരാജ്യത്തിൻ്റെ പണിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് പത്രോസ് അഭ്യർത്ഥിച്ചിട്ടും കർത്താവ് അവനെ ഭൂമിയിലേക്ക് മടക്കി കൊണ്ടുപോകുന്നു. ഇതുപോലെ പൗലോസ് അപ്പോസ്തലൻ പറുദീസയിലെ ആനന്ദരംഗം കണ്ടപ്പോൾ പ്രാർത്ഥിച്ചു കാണണം, കർത്താവേ, ഇനി ഞാൻ ഭൂമിയിലേക്ക് പോകുന്നില്ല, എനിക്കിവിടെ തന്നെ സ്ഥിരവാസം അനുവദിക്കണം. കർത്താവ് പറഞ്ഞു, ഇല്ല പൗലോസ്, ഇല്ല. നിന്നെക്കൊണ്ട് ഭൂമിയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിന്നെക്കൊണ്ട് ചെയ്ത് പൂർത്തിയാക്കാതെ നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവരില്ല. പക്ഷേ ഇവിടെ നിനക്ക് വരാൻ പറ്റും. നീ പോയി നിൻ്റെ നിയോഗം പൂർത്തിയാക്കുക. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ ലേഖനത്തിൽ ഈ സംഭവം എഴുതുന്നത് തനിക്ക് ഈ ദർശനമുണ്ടായിട്ട് 14 വർഷങ്ങൾക്ക് ശേഷമാണ്. 14 വർഷം മുമ്പുണ്ടായ പറുദീസയുടെ ദർശന അനുഭവമാണ് അപ്പോസ്തലനെ തീക്ഷ്ണവാനായ വേലക്കാരനാക്കിയത്. അവിടെ പാർക്കുന്ന ആളുകളുടെ ഗണത്തിൽ താനും ചെന്ന് ചേരേണ്ടതിന് വേണ്ടി ഏറ്റവും അത്യധ്വാനം ചെയ്ത് തൻ്റെ വേല പൂർത്തിയാക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ആഗ്രഹിച്ചു. പൗലോസ് അപ്പോസ്തലൻ ആ സ്വർഗത്തിൽ, അല്ലെങ്കിൽ 3-ാം സ്വർഗത്തിൽ പറുദീസയിൽ ദൈവത്തെ അടുത്ത് ചെന്ന് കണ്ട് ആരാധക വൃന്ദത്തോടൊപ്പം സ്വർഗീയ ആരാധന പങ്കിടാനുള്ള വാഞ്ച കൊണ്ട് മറ്റൊന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ അവിടേക്ക് എത്തിപ്പെടാനുള്ള അത്യുത്സാഹത്തോടെ പ്രവർത്തിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് മരിക്കുന്നത് ലാഭമാണ് എന്ന്. മരിക്കുക എന്ന് പറഞ്ഞത് ഈ ലോകം വിട്ടുപോകുന്നതിനെ കുറിച്ചാണ്. ഈ ലോകം വിട്ടുപോകുന്നത് എനിക്ക് ലാഭമാണ് എന്ന്. വിട്ടാൽ ഞാൻ പറുദീസയിൽ ചെല്ലുമെന്നും ദൈവത്തെ ആരാധിക്കുമെന്നും അപ്പോസ്തലൻ്റെ ഉള്ളിലുണ്ടായ ആവേശമാണ് അതിൻ്റെ കാരണം. അപ്പോൾ ആ ദർശനം അപ്പോസ്തലൻ കണ്ടതുകൊണ്ടാണ് ഇത്രയും തീക്ഷ്ണവാനായ വേലക്കാരനും ഈ ഭൗമലോകത്തിനപ്പുറത്ത് വലിയ പ്രത്യാശയുള്ളവനുമായി അദ്ദേഹം മാറിയത്. നമ്മുടെ ഒത്തിരി പേരുടെ പ്രശ്നം എന്താണ്? ഈ ഭൗമലോകം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഈ ലോകത്തെ സുഖങ്ങളും ഈ ലോകത്തിൻ്റെ ആനന്ദവും ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളും ഈ ലോകത്തിൻ്റെ എല്ലാ പ്രൗഢിയുമാണ് നമ്മുടെ മനസ്സിനെ മഥിക്കുന്നത്. ഇതിന് പുറത്ത് നമുക്ക് കാഴ്ചകളേ ഇല്ല. ഇതിനകത്ത് നാം ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകം തന്നെയാണ് സ്വർഗമെന്ന് നനച്ചിട്ട് ഇവിടെ നിന്ന് പോകാതിരിക്കാൻ എന്താണ് മാർഗമെന്ന് ചിന്തിച്ചിട്ട് ഈ ലോകം വിട്ട് പിരിയാതിരിക്കാൻ വേണ്ടി എന്ത് വിലയും കൊടുക്കാൻ നാം ഇന്ന് തയ്യാറാവുകയാണ്. ഏറ്റവും കൂടുതൽ പണം ചിലവഴിച്ച് ചികിത്സിക്കുന്നതും ഏറ്റവും കൂടുതൽ ആശുപത്രികൾ സ്ഥാപിക്കുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ മരണത്തെ ഭയപ്പെടുന്നതുമൊക്കെ അതുകൊണ്ടാണ്. ഈ ലോകത്തിനപ്പുറം നമുക്കൊരു ദർശനമില്ല. പക്ഷേ അപ്പോസ്തലനായ പൗലോസിൻ്റെ ദർശനം ലോകത്തിനപ്പുറത്തായിരുന്നു.
വിട്ടുപിരിഞ്ഞ് എൻ്റെ കർത്താവിനോട് കൂടെ ഇരിക്കാൻ ഞാൻ അധികം വാഞ്ചിക്കുന്നു എന്നാണല്ലോ അപ്പോസ്തലൻ പറഞ്ഞത്. ഈ ലോകത്ത് ജീവിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടിയായിരിക്കും. ഇവിടെ ഒരു കണക്ഷൻ വയ്ക്കാൻ പറ്റും. ഈ ലോകത്ത് യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവർക്ക് ഈ ലോകം വിട്ടുപിരിഞ്ഞാൽ കർത്താവിനോട് കൂടെ ഒരു നിത്യ ആരാധനയും നിത്യ ആനന്ദവും ഉണ്ട്. ഇവിടെ യേശു ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നവർക്ക് അവർക്കുള്ളതാണ് ഈ ആനന്ദം എന്ന് പറയുന്നത്. ഇവിടെ യേശു ക്രിസ്തുവിനെ ഓർക്കാതെ, യേശു ക്രിസ്തുവിനെ മറന്ന്, ലോകത്തെ ധ്യാനിച്ച്, ലോകസുഖങ്ങളെ ധ്യാനിച്ച്, ലോക ഇമ്പങ്ങളെ ധ്യാനിച്ച്, ലോക സമ്പത്തിനെ ധ്യാനിച്ച്, ലോകമേ തറവാട്, ലോകം തന്നെ സ്വർഗമെന്ന് ചിന്തിച്ച് അത് വെട്ടിപ്പിടിക്കാൻ നെട്ടോട്ടമോടുകയും അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ പ്രത്യാശയുള്ളവരാകില്ല. ഭൗമലോകത്തിനപ്പുറത്ത് ലഭിക്കാനിരിക്കുന്ന മഹാഭാഗ്യം എൻ്റെ കൈവശം വരണമെങ്കിൽ, എനിക്കത് ലഭ്യമാകണമെങ്കിൽ ഭൗമലോകത്തുള്ള എൻ്റെ ജീവിതം അതിനനുസരിച്ചുള്ളതായിരിക്കണമെന്നതാണ് ഇവിടുത്തെ ചിന്ത. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, ഭൗമലോകത്തെ ജീവിതം തോന്നിയവാസമായി നാം ജീവിക്കുമ്പോൾ ആത്മലോകത്ത് ഇതിനപ്പുറത്തുള്ള ജീവിതം അത് നാം ഈ കണ്ടതുപോലെ ആനന്ദകരമായിരിക്കുമോ എന്നുകൂടെ ആലോചിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ സീരിയസ് ആകേണ്ടിയിരിക്കുന്ന ഒരു വിഷയം, എൻ്റെ ഭൗമലോക ജീവിതം ഞാൻ വളരെ ഉത്തരവാദിത്വബോധത്തോടെ ജീവിച്ചു തീർക്കണം. വ്യക്തമായ ലക്ഷ്യബോധത്തോടെ ഞാൻ മുന്നേറണം. ഞാൻ ഈ ശരീരത്തിൽ വസിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ മഹത്വരാജ്യത്തിൻ്റെ കെട്ടുമണിക്ക് കുറേ കൂടെ ഉതകുമെന്നാണ് കർത്താവ് കാണുന്നതെങ്കിൽ ഞാൻ ജഡത്തിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ ഈ ജഡത്തിൽ വസിക്കുന്നത് ദൈവത്തിന് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ്. എൻ്റെ ആസ്വാദനങ്ങൾക്കോ എൻ്റെ സുഖങ്ങൾക്കോ വേണ്ടിയല്ല, ദൈവത്തിന് ഞാൻ പ്രയോജനപ്പെടാൻ വേണ്ടിയാണ്. ഇതാണ് അപ്പോസ്തലൻ്റെ കണ്ടെത്തൽ. ഒരു ദൈവവൈതൽ ജീവിക്കേണ്ടത് ക്രിസ്തുവിന് വേണ്ടിയാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ ഭൂമിയിൽ എത്ര കാലമായി ജീവിതം തുടങ്ങിയിട്ട്? അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ മുതൽ കർത്താവ് നമുക്ക് എന്തുമാത്രം ജീവിത സൗഭാഗ്യങ്ങളാണ് നൽകിയത്. നമുക്ക് ദൈവം എന്തോരം സാധ്യതകളാണ് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നത്. പക്ഷേ നാം കർത്താവിന് വേണ്ടിയാണോ ഈ ഭൂമിയിൽ ഇന്നോളം ജീവിച്ചിട്ടുള്ളത്, ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഈ ജീവിതം കൊണ്ട് കർത്താവിന് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ, അതോ ഉപദ്രവമാണോ ഉണ്ടായിട്ടുള്ളത്? നമ്മൾ കാരണം കർത്താവിന് ലാഭകരമായി എന്തെങ്കിലും ഉണ്ടായോ, അതോ നഷ്ടമാണോ ഉണ്ടായിട്ടുള്ളത്? നമ്മൾ നാളെയെക്കുറിച്ച് എന്തെങ്കിലും പ്രതീക്ഷകളുള്ളവരാണോ? നശിച്ചു പോകുന്ന ഈ ലോകം തന്നെയാണ് എല്ലാം എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ സത്യത്തിൽ ദൈവവിശ്വാസി അല്ല എന്ന് തന്നെ കാണണം. എന്നാൽ ആവശ്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി ദൈവമേ ദൈവമേ എന്ന് വിളിക്കുകയും ദൈവത്തെ പിന്തുടരുകയും ധ്യാനം കൂടുകയും വഴിപാട് നടത്തുകയും ഒക്കെ ചെയ്യുന്ന ജനം ഭൗമലോകത്തിനപ്പുറത്തുള്ള ദർശനങ്ങൾ കാണാത്തത് എന്താണ്? ഈ ലോകത്തെ ലാഭങ്ങൾക്ക് വേണ്ടി ദൈവമേ എന്ന് വിളിക്കുന്നതല്ല വിശ്വാസം. ഈ ലോകത്തൊരു ജോലി കിട്ടാൻ വേണ്ടി, ഈ ലോകത്ത് ഒരു കുഞ്ഞുണ്ടായി കിട്ടാൻ വേണ്ടി, ഈ ലോകത്ത് ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിക്കാൻ വേണ്ടി, ഈ ലോകത്ത് ബിസിനസ് പുരോഗമിക്കാൻ വേണ്ടി, ഈ ലോകത്ത് മനോഹരമായൊരു കൊട്ടാരം പോലത്തെ വീട് കിട്ടാൻ വേണ്ടി, ഈ ലോകത്ത് ആനന്ദകരമായ മറ്റു പലതും നേടാൻ വേണ്ടി ദൈവമേ 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 എന്ന് നിരന്തരം വിളിക്കുന്നതിൻ്റെ പേരല്ല വിശ്വാസം. മറിച്ച് എൻ്റെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമായി എനിക്ക് വേണ്ടി മരിച്ച് എൻ്റെ മരണത്തെ തോൽപ്പിച്ച് എന്നെ ജയാളിയാക്കി ഒടുവിൽ എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ഇടമൊരുക്കി എന്നെ കൊണ്ടുപോകാൻ വീണ്ടും വരുമെന്ന് വാഗ്ദത്തം ചെയ്ത എൻ്റെ രക്ഷിതാവാണവനെന്ന ഉറപ്പോടെ ആ വാഗ്ദത്ത ദേശത്ത് ഞാനും എൻ്റെ പ്രിയനോടൊപ്പം ചെന്ന് പാർക്കുമെന്ന ആ ആന്തരിക ബോധത്തോടെ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുകയും ആ മഹാഭാഗ്യത്തിലേക്ക് അനേകരെ വിളിച്ചടുപ്പിക്കുകയും യേശുക്രിസ്തു ക്രൂശിലെ പരമയാഗം മൂലം സാധ്യമാക്കി തന്ന അവർണ്ണനീയമായ ആ രക്ഷ ലോകത്തോട് പ്രഘോഷിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു ദൈവ പൈതൽ യഥാർത്ഥത്തിൽ ട്രാക്കിൽ വീഴുന്നത്. അതുവരെ ട്രാക്കിന് പുറത്താണ്. നമ്മളെവിടെ നിൽക്കുന്നു എന്ന്, നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന്, നമ്മുടെ ജീവിതം എങ്ങനെ ലാഭകരമാകുന്നു അതോ നഷ്ടമാണോ എന്ന്, നാം എങ്ങനെ ദൈവത്തിന് പ്രയോജനമുള്ളവരാകുന്നു എന്ന് പരിശോധിപ്പാൻ ഈ ധ്യാനചിന്ത നമുക്ക് ഉതകട്ടെ. പ്രിയപ്പെട്ടവരെ, ശരീരം വിട്ട് ദൈവത്തോട് ചേരുവാൻ ആഗ്രഹിക്കുന്നവർ ശരീരത്തിലിരിക്കുമ്പോൾ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ ഇത്രയും മനസ്സിലാക്കുക, എൻ്റെ ഭൗമലോക ജീവിതത്തിൻ്റെ തുടർച്ചയാണ് എൻ്റെ ആത്മലോക ജീവിതം.
ഇവിടെ ഞാൻ എൻ്റെ കർത്താവിനോട് കൂടെയാണ് എങ്കിൽ അവിടെയും ഞാൻ എൻ്റെ കർത്താവിനോട് കൂടെ തന്നെയായിരിക്കും. ഇവിടെ ഞാൻ കർത്താവിൽ നിന്ന് അന്യനാണെങ്കിൽ അവിടെയും ഞാൻ കർത്താവിൽ നിന്ന് അന്യനായിരിക്കും. അവിടെ കർത്താവിൽ നിന്ന് അന്യനാണെങ്കിൽ പിന്നെ കർത്താവില്ലാത്ത ഇടത്തായിരിക്കും ഞാൻ. അത് നരകമായിരിക്കും. ഇവിടെ ഞാൻ കർത്താവിനോട് കൂടെ ആയിരിക്കുന്നെങ്കിൽ അവിടെയും ഞാൻ കർത്താവിനോട് കൂടെ ആയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൻ്റെ പക്ഷത്താണെന്ന് സ്വയം ബോധ്യപ്പെടാൻ നമുക്ക് കഴിയണം. ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്നതാണ് ഇപ്പോൾ നമ്മുടെ നിയോഗം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു എനിക്ക് വേണ്ടി ജീവിച്ചു, ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. എങ്കിൽ ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. വേണ്ടി വന്നാൽ ഞാൻ ക്രിസ്തുവിന് വേണ്ടി മരിക്കണം. ഈ ഒരു നിലവാരത്തിലേക്ക് എൻ്റെ ജീവിതം മാറുമ്പോഴാണ് എൻ്റെ ജീവിതം ലാഭകരമായി തീരുന്നത്, മരിക്കുന്നത് ലാഭമായി തീരുന്നത്. ബഹുഭൂരിപക്ഷം പേരും ഈ വക ചിന്തകളൊന്നും ജീവിതത്തിൽ കൊണ്ടുവരാൻ ഇഷ്ടപ്പെടുന്നില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ക്രിസ്ത്യാനിയായി അങ്ങ് ജീവിച്ചു പോവുക. അപ്പോൾ തന്നെ കണ്ണുവയ്ക്കുന്നത് മുഴുവൻ ലോകത്തിൻ്റെ നേട്ടങ്ങളിലാണ്. പൂർവ്വകാലത്തൊക്കെ വിശ്വാസികളെന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യം ലോകത്ത് കുറേ നേടുക എന്നുള്ളതായിരുന്നില്ല, സ്വർഗം സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ സ്വർഗം സ്വപ്നത്തിൽ പോലുമില്ല. ലോകത്ത് എന്തൊക്കെ നേടാമോ അതൊക്കെ നേടുക എന്നുള്ളതാണ് ഇന്നത്തെ ആധ്യാത്മികതയുടെ അല്ലെങ്കിൽ ആത്മീയതയുടെ ഒരു വൈകല്യം. പ്രിയപ്പെട്ടവരെ, ലോകത്തിനു വേണ്ടിയും ലോകത്തെ സ്വന്തമാക്കുവാൻ വേണ്ടിയും ജീവിക്കുന്നവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ലോകത്തിനു വേണ്ടിയും ലോകത്തെ സ്വന്തമാക്കുവാൻ വേണ്ടിയും ജീവിക്കുന്നവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. കാരണം ഈ ലോകം ഒരു മനുഷ്യൻ്റെ പ്രാണൻ്റെ മറുവിലയാകില്ല. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്നെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ഈ ലോകം ഒരു മനുഷ്യൻ്റെ പ്രാണൻ്റെ മറുവിലയാകില്ല. ഈ ലോകം മുഴുവനും കൊടുത്താലും ഒരു മനുഷ്യൻ്റെ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് ഒരുപക്ഷെ മതിയാകില്ല. പ്രിയപ്പെട്ടവരെ, ഈ ലോകം വിട്ടുപോകുമ്പോൾ ഈ വെട്ടിപ്പിടിച്ചതും വാരിക്കൂട്ടിയതുമൊന്നും കൊണ്ടുപോകാനും കഴിയില്ല. ഈ ഭൗമലോകത്തെ ജീവിതം വിട്ടൊരു നാൾ പിരിഞ്ഞേ പറ്റൂ. പക്ഷെ നാം നേടുന്നതൊന്നും നമുക്ക് പകരമാകില്ല, നേടുന്നതൊന്നും നമുക്ക് കൊണ്ടുപോകാനും കഴിയില്ല. ജഡരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശപ്പെടുത്താൻ കഴിയില്ല എന്ന വലിയ പ്രഖ്യാപനം ഓർക്കുക. അതുകൊണ്ട് ഈ ശരീരം പോലും കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ശരീരത്തെ എന്തുമാത്രം താലോലിച്ചു, എന്തുമാത്രം നാം അതിനെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കൊണ്ട് അലങ്കരിച്ചു, എന്തുമാത്രം ആഭരണങ്ങൾ അതിനെ നാം അണിയിച്ചു, എന്തുമാത്രം നാം അതിനു വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുത്തു. പക്ഷേ ഈ ശരീരം പോലും ഉപേക്ഷിച്ച് പോകണം, ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. സത്യത്തിൽ ഈ കാണുന്ന ശരീരമല്ല ഞാൻ. പലരും നനച്ചിരിക്കുന്നത് കാണുന്ന ശരീരമാണ് ആ വ്യക്തി എന്നാണ്. സത്യം അല്ല. ഒരു വ്യക്തി താമസിക്കുന്നത് മൺകൂടാരമാണ്, അല്ലെങ്കിൽ വാസസ്ഥലമാണ് ഈ ശരീരം. ഇതിൻ്റെ ഉള്ളിലാണ് ഞാനുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പാർക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പുറത്ത് കടന്നു പോകുന്നു ആത്മലോകത്തേക്ക്. ഈ ശരീരം പോലും ഞാൻ വളരെ താലോലിച്ച, ഒത്തിരി ഞാൻ ആനന്ദിച്ച അല്ലെങ്കിൽ അഭിമാനിച്ച എൻ്റെ ശരീരം പോലും എനിക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ പിന്നെ നശിച്ചു പോകുന്ന ലോകവും ഈ ലോകത്തിൻ്റെ സുഖങ്ങളുമല്ല എൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറേണ്ടത്. അനശ്വരമായ നിത്യതയിൽ എൻ്റെ കർത്താവ് എനിക്ക് വാഗ്ദത്തം ചെയ്യുന്ന ഒരു നിത്യമായ ഇടമുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, കൂടാരമാകുന്ന ഈ ഭൗമഭവനം അഥവാ ഈ മൺകൂടാരമാകുന്ന ശരീരം അഴിഞ്ഞു പോയാൽ എനിക്ക് പേടിക്കാനൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ഒരു കെട്ടിടം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഞാനത് പ്രാപിക്കും. അപ്പോസ്തലൻ്റെ ഉറപ്പാണ് പ്രിയപ്പെട്ടവർ, ഞാനത് പ്രാപിക്കും. നാം നമ്മുടെ ജീവിതത്തിൽ ആ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുക്കണം. ഇവിടെ ഞാൻ എങ്ങനെ ജീവിക്കുന്നു, എന്തിനു വേണ്ടി ജീവിക്കുന്നു? എത്ര വട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടും നമ്മിൽ ഒത്തിരി പേരുടെയും ശ്രദ്ധ ഇന്നും ലോകത്ത് തന്നെ, ലോകത്തിൻ്റെ നേട്ടങ്ങളിൽ തന്നെ. ഈ ലോകവും ലോകത്തിൻ്റെ സാധ്യതകളുമൊക്കെ ഇവിടുത്തെ ജീവിതത്തിന് നമുക്ക് വേണം. പക്ഷേ അതിലാകരുത് നമ്മുടെ ശ്രദ്ധ. നമ്മുടെ മുഴുവൻ ശ്രദ്ധയും അതിൽ പതിഞ്ഞു പോയാൽ പിന്നെ നമ്മളെക്കുറിച്ചുള്ള ദൈവ പദ്ധതി കീഴ്മേൽ മറിഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ലോകവും അതിൻ്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും. ഇത് ശാശ്വതമായി നിലനിൽക്കുന്നതല്ല. ഈ ജഡം പോലും നാം ഉപേക്ഷിക്കേണ്ടതാണ്. ലോകം നശ്വരമാണ്, ഇവിടെ നിലനിൽക്കുന്നത് യാതൊന്നുമില്ല. അപ്പം നശ്വരമായ ലോകത്തിൻ്റെ ബന്ധനങ്ങളിലല്ല നമ്മുടെ ജീവിതത്തെ നാം കെട്ടിയിടേണ്ടത്. അനശ്വരമായ നിത്യതയിൽ മനസ്സുറപ്പിക്കാനുള്ള ഒരുക്കം നമുക്കുണ്ടാകണം. സമ്പത്തും സൗന്ദര്യവും നശിക്കും,
വീടും വീട്ടുകാരും നമ്മെ വിട്ടുപിരിയും. നാം കൂടെ കൊണ്ടുപോകുന്നതെല്ലാം നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. കയ്യിലുള്ളതെല്ലാം കളയേണ്ടി വരും. ഭൗമലോകത്തിനപ്പുറത്തേക്ക് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അനശ്വരനായ ദൈവത്തോട് ചേരുവാൻ അവനു വേണ്ടി അവനോടൊപ്പം ജീവിക്കുക. അനശ്വരനായ ദൈവത്തോട് ചേരുവാൻ അവനു വേണ്ടി അവനോടൊപ്പം ജീവിക്കുക. നമുക്ക് വേണ്ടി ജീവിച്ച, നമുക്ക് വേണ്ടി മരിച്ച, ഇപ്പോഴും നമുക്ക് വേണ്ടി വീടൊരുക്കുന്ന, നമ്മെ മാത്രം മനസ്സിൽ ധ്യാനിക്കുന്ന, മനനമണ്ഡലത്തിൽ മറ്റൊന്നുമില്ല മനുഷ്യൻ, അവൻ്റെ രക്ഷ മാത്രം ഉള്ളിലിട്ടുകൊണ്ട് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മണവറയൊരുക്കുന്ന മണവാളനാണ് മശിഹ എന്ന ആ തിരിച്ചറിവോടുകൂടെ അവന് വേണ്ടി അവനോടുകൂടെ ജീവിക്കുക. ഈ ഭൗമലോകത്തൊരു ദൈവ പൈതൽ ജീവിക്കേണ്ട വിധമാണ് ഈ പറഞ്ഞു വയ്ക്കുന്നത്. യേശുവിന് വേണ്ടി യേശുവിനോടുകൂടെ ജീവിക്കുക. സുവിശേഷ നിമിത്തം ലോകത്തിന് കൂടുതൽ പ്രയോജനം ചെയ്യും എന്ന തിരിച്ചറിവാണ് പൗലോസ് അപ്പോസ്തലനെ ഇവിടെ തുടരാൻ പ്രേരിപ്പിക്കുന്നത്. ഞാൻ ഈ ഭൂമിയിൽ ഇനിയും കുറച്ചു കാലം കൂടെ തുടർന്നാൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം നിമിത്തം അത് ലോകത്തിന് കൂടുതൽ പ്രയോജനം ചെയ്യും. ഒരു ദിവസം കൂടെ ഞാനിവിടെ കൂടുതൽ താമസിച്ചാൽ ഒരാൾ കൂടെ യേശുവിൻ്റെ സ്നേഹം അറിയും. 10 ദിവസം കൂടെ ഞാനിവിടെ കൂടുതൽ ജീവിച്ചാൽ 10 ആൾ കൂടെ കർത്താവിൻ്റെ സ്നേഹം അറിയും. ഇതായിരുന്നു അപ്പോസ്തലൻ്റെ ടാർഗറ്റ്. നിരന്തരമായി യേശുവിൻ്റെ സ്നേഹം ലോകത്തോട് പറയുന്നവനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അത് എവിടെയായിരുന്നാലും, ആരുടെ മധ്യത്തിലായിരുന്നാലും അപ്പോസ്തലൻ അത് മനോഹരമായി ചെയ്തുകൊണ്ടിരുന്നു എന്ന് നാം കാണണം. പ്രാതികൂല്യങ്ങളൊന്നും അദ്ദേഹത്തെ ഒരിക്കലും പിന്നോട്ട് വലിച്ചില്ല. അദ്ദേഹം തൻ്റെ ഉത്തരവാദിത്വം വളരെ കൃത്യതയോടെ നിർവഹിച്ചു. അദ്ദേഹം ഇങ്ങനെ ആശ്വസിക്കുകയാണ്, എനിക്ക് ലാഭം അതുതന്നെയാണ്, വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ഇരിപ്പാൻ ഞാൻ അധികം ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ ശരീരത്തിൽ തുടരുന്നത് കൊണ്ട് ദൈവരാജ്യത്തിന് ഇവിടെ പ്രയോജനമുണ്ടാകുമെങ്കിൽ, ആത്മാക്കൾക്ക് ലാഭമുണ്ടാകുമെങ്കിൽ ഞാനിവിടെ തുടരാം. എത്രയും വേഗം ശരീരം വിട്ട് കർത്താവിനോട് ചേരണമെന്ന് അപ്പോസ്തലൻ ആഗ്രഹിക്കുമ്പോഴും ഇവിടെ ജീവിക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് പ്രയോജനമുണ്ടാകുമെങ്കിൽ, സുവിശേഷത്തിൻ്റെ പ്രകാശനം നടക്കുമെങ്കിൽ അതുകൊണ്ട് ഞാനിവിടെ തുടരാം. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഈ ലോകത്ത് തുടരാൻ ആഗ്രഹിച്ചതിൻ്റെ കാരണം നമ്മളിവിടെ തുടരാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണമല്ല. നമ്മളിവിടെ നിന്ന് പോകാതിരിക്കാൻ ആശിക്കുന്നത് കുറേ കൂടെ സമ്പാദിക്കുക, കുറേ കൂടെ ആസ്വദിക്കുക, കുറേ കൂടെ ആനന്ദിക്കുക, കുറേ കൂടെ. ഒരാൾക്ക് പോലും ലോകം വിട്ടുപിരിയുന്നത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. 90 വയസ്സായവരും 100 വയസ്സായവരും ആഗ്രഹിക്കുന്നത് ഇവിടെ തന്നെ തുടരാനാണ്. മറ്റൊരാളുടെ സഹായം വേണം, ചിലപ്പോൾ 2 പേരുടെ സഹായം വേണം, പ്രാഥമിക കർത്തവ്യങ്ങൾ പോലും സ്വയമായി നിർവഹിക്കാൻ കഴിയുന്നില്ല. എന്നിട്ടും ഈ ലോകം വിട്ടു പോകാൻ ആളുകൾക്ക് താല്പര്യമില്ല. ഇവിടെ തന്നെ തുടരണം. എന്തുകൊണ്ടാണ്? അപ്പോസ്തലൻ പറഞ്ഞ കാരണം കൊണ്ടല്ല. അപ്പോസ്തലൻ പറഞ്ഞ് ഞാനിവിടെ തുടരുന്നത് കൊണ്ട് ദൈവരാജ്യം കൂടുതൽ മനോഹരമായി പണിയപ്പെടാൻ അത് ഉപകരിക്കും, ആത്മാക്കളെ ആദായപ്പെടുത്താൻ അത് ഉപകരിക്കും. നമ്മളിവിടെ തുടരാൻ ഇച്ഛിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഞാനിവിടെ തുടർന്നത് കൊണ്ട് ദൈവരാജ്യത്തിന് എന്താണ് പ്രയോജനം? യേശുക്രിസ്തുവിന് എന്താണ് പ്രയോജനം? ഞാൻ വെട്ടിപ്പിടിച്ചത് കുറേ കൂടെ ആസ്വദിക്കാം, ഞാൻ നേടിയെടുത്തത് കുറേ കൂടെ ആനന്ദത്തോടെ എനിക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനപ്പുറത്ത് ഈ ഭൗമലോകത്ത് നാം തുടരുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? ഓർക്കണം പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ പഠിപ്പിച്ച വേദഭാഗത്തിൻ്റെ ആഴം നാം മനസ്സിലാക്കണം. നാം വ്യക്തമായ കാഴ്ചയുള്ളവരാകണം. ഈ ഭൗമലോകത്ത് യേശുക്രിസ്തുവിന് വേണ്ടി നാം ജീവിക്കണം. എങ്കിൽ ആത്മലോകത്ത് യേശുക്രിസ്തുവിനോട് കൂടെ നമുക്ക് ആനന്ദിക്കാം. അത് ചെന്ന് കണ്ടിട്ട് വന്ന ആളാണ് പറഞ്ഞത്, ഭൗമലോകത്തിനപ്പുറത്തേക്ക് പോകുന്നതിന് ആശങ്കപ്പെടുകയൊന്നും വേണ്ട, ആശിക്കുകയാണ് വേണ്ടത് പോകാൻ വേണ്ടി. തന്നെത്താൻ പോകാനുള്ള ഒരുക്കമൊന്നും നടത്തണ്ട, സമയമാവുമ്പോൾ കർത്താവ് കൊണ്ടുപോയിക്കൊള്ളും. പക്ഷേ ഈ ഭൂമിയിൽ ആയിരിക്കുന്ന അത്രയും കാലം ലഭിക്കാനിരിക്കുന്ന സൗഭാഗ്യം സ്വപ്നം കണ്ട് അവിടെ തന്നെ ചെന്ന് പറ്റാനുള്ള ഒരുക്കത്തോടെ നാം നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്, ലക്ഷ്യമുണ്ടാകുന്നത്. ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പുതിയ കാഴ്ചപ്പാട് നൽകണം, പുതിയ ദർശനം നൽകണം, പുതിയ ലക്ഷ്യബോധം നൽകണം, നമ്മുടെ ജീവിതത്തെ ഒന്ന് പുതുക്കാനിട വരുത്തണം. ആകയാൽ നമുക്ക് ഒരുങ്ങാം, നമ്മുടെ ജീവിതത്തെ നമുക്ക് വ്യക്തതയോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും ആകയാൽ മരിക്കുന്നത് ലാഭവുമാണ്. ആമേൻ. അപ്പോസ്തലൻ പറഞ്ഞു, എനിക്ക് മരിക്കുന്നത് ലാഭമാണ്, അഥവാ ഭൂമിയിൽ നിന്ന് പിരിയുന്നത് എനിക്ക് ലാഭമാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിലാണ്. പിരിഞ്ഞാൽ എന്ത് എന്നതിൻ്റെ ഉത്തരം അപ്പോസ്തലന് ഉറപ്പുണ്ടായിരുന്നു.
നമുക്കും ആ ഉറപ്പ് ഏറ്റുവാങ്ങാം, നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങളെ കേൾപ്പിച്ച ഈ സന്ദേശത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഭൗമലോകം ഒരു താൽക്കാലിക ഇടമാണെന്നും ഇവിടെ കർത്താവിനോട് കൂടെ കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നും ഇവിടെ വിട്ടുപിരിഞ്ഞ കർത്താവിനോട് കൂടെ കർത്താവിന് വേണ്ടി കർത്താവ് ആയിരിക്കുന്നിടത്ത് ഞാനും ആയിരിക്കണമെന്ന്, അതാണ് സൗഭാഗ്യമെന്ന് അപ്പോസ്തലൻ ഞങ്ങളെ പഠിപ്പിച്ചു. ഭൗമലോകത്തിനപ്പുറത്തേക്ക് പോകാൻ പൗലോസ് അപ്പോസ്തലൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. കാരണം ലഭിക്കാൻ പോകുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. പറുദീസയിൽ ചെന്ന് അവിടെ നടക്കുന്ന രംഗങ്ങളൊക്കെ കണ്ടിട്ട് വന്നതുകൊണ്ടാണ് അപ്പോസ്തലന് ആവേശമുണ്ടായത്. ദൈവമേ, എന്നാൽ ഞങ്ങളോ ഈ നശിച്ചു പോകുന്ന ലോകത്തിന് ഞങ്ങളെ തന്നെ ബന്ധിച്ചും കെട്ടിയിട്ടും ഞങ്ങളുടെ ജീവിതം പാപത്തിന്, ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങൾക്ക്, ഇതിൻ്റെ സുഖങ്ങൾക്ക് പണയപ്പെടുത്തി പോവുകയാണ്. എന്നാൽ ഞങ്ങളെ തെറ്റൊന്ന് തിരുത്തുവാനും ലക്ഷ്യബോധം കൈവരിക്കുവാനും നിത്യതയെ മനസ്സിലുറപ്പിക്കുവാനും നിന്നോട് ചേരുവാനും ഞങ്ങൾക്ക് ഭാഗ്യം തരണം. ഇന്ന് കേട്ട സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിലൊരു പുതുക്കം, വ്യക്തമായൊരു പുതിയ ദർശനം നൽകട്ടെ. ഞങ്ങളെ ആശീർവദിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Beshmari